നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഒന്ന് പ്രവചിച്ചു നോക്കാം കേട്ടോ. ഇന്നും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നലെ വിശേഷ ദിവസമായിരുന്നു, ശ്രീ ശങ്കര ജയന്തി ആയിരുന്നു, ശങ്കരാചാര്യരുടെ ജന്മദിനം. ഇന്ന് ഷഷ്ടിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ പ്രത്യേകതയുള്ള വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ മാസത്തിലെ, വൈശാഖ മാസത്തിലെ മിക്ക ദിവസങ്ങൾക്കും വളരെ വിശേഷങ്ങളാണ് പറയാറുള്ളത്. ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അപ്പം ഇന്ന് ഷഷ്ടിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രാർത്ഥനയിലെ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടെ ഉൾപ്പെടുത്തുക. സുബ്രഹ്മണ്യ സ്വാമിയോടും കൂടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഷഷ്ടിയൊക്കെ നോറ്റിട്ടുള്ളവരുണ്ടായിരിക്കും. ഷഷ്ടി എങ്ങനെയാണ് നോൽക്കേണ്ടതെന്നൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതായത് സുബ്രഹ്മണ്യൻ്റെ ഏത് നാമങ്ങൾ വേണമെങ്കിലും ചൊല്ലാട്ടോ. കീർത്തനങ്ങൾ അറിയുന്നവർക്ക് അതൊക്കെ ആലപിക്കാം. അല്ലെങ്കിൽ മുരുകായ നമ, മുരുക എന്ന് മാത്രം വിളിച്ചാൽ മതി. ഷൺമുഖായ നമ, ശരവണഭവായ നമ, ഏത് നാമങ്ങൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. ക്ഷിപ്രപ്രസാദിയാണെന്നാണല്ലോ പറയുക. ആ ഭഗവാനെ വിളിക്കുന്നവരുടെ സങ്കടങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കും. എന്താഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതും എത്രയും വേഗം സാധിപ്പിച്ചു കൊടുക്കും. അത്രയും അനുഗ്രഹം ലഭിക്കുന്ന, അനുഗ്രഹം നൽകുന്ന ഒരു ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി. അപ്പം ഇന്നത്തെ പ്രാർത്ഥനയിലെ ഭഗവാനെയും കൂടെ ഉൾപ്പെടുത്തുക. ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ, ശ്രീ മുരുകൻ്റെയും അനുഗ്രഹം കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ. അപ്പം നമുക്ക് അലങ്കാരം പറയാം. ഇന്നലത്തെ അലങ്കാരം പറയാം കേട്ടോ. ഇന്നലെ ഭഗവാൻ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന മുരളീധരനായിട്ട്. അത് കൃത്യമായിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞ ആളുടെ പേര് എനിക്കറിയില്ല കേട്ടോ. നമുക്കൊരു കഥ കേട്ടാലോ, അതാണ് ഐഡിയുടെ പേര്. ആ ഐഡിയിൽ നിന്നാണ് മറുപടി, ഉത്തരം വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. അത് ഇന്നലത്തെ അലങ്കാരമാണ്. ഇന്ന് ഉച്ചപൂജയ്ക്ക് എന്തായിരിക്കും അലങ്കാരം നമുക്ക് നോക്കാം. ഇന്ന് ഏപ്രിൽ 22-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ദർശനം നൽകുക എന്നുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.